ഇന്ന് പകൽക്കാലം കർത്താവ് നൽകിയ തിരുവചനം ഇതാണ്. 74-ാം സങ്കീർത്തനം 3-ാമത്തെ വചനം. നിത്യശൂന്യങ്ങളിലേക്ക് അങ്ങയുടെ കാലടി വയ്ക്കണമേ. ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിത്യമായി ശൂന്യതയായിട്ടായിരുന്ന ആകാശത്തെയും ഭൂമിയെയും ശൂന്യത മാറ്റി നിറവുള്ളതാക്കി എന്ന് കാണുന്നത് പോലെ ആക്കിയ കാൽപാദത്തിനുടമയാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പാഴും ശൂന്യമായിരുന്ന ഭൂമിയെ അവൻ ഉള്ളതാകട്ടെ എന്ന് പറഞ്ഞ്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു തുടങ്ങിയ ആ ശബ്ദത്തിന്റെ മുൻപിൽ നിത്യ ശൂന്യമായിരുന്ന ഭൂമിയെ നിറവുള്ളതാക്കി മാറ്റിയ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. മനുഷ്യന്, ആമേൻ, മൃഗങ്ങൾക്ക്, പറവജാതികൾക്കെല്ലാം ഉപയോഗിക്കേണ്ട എല്ലാറ്റെയും, ആമേൻ, വാക്കുകൊണ്ട് ഉരുവാക്കുവാൻ നിത്യശൂന്യതയുടെ മുകളിൽ ദൈവത്തിന്റെ കാലടി വയ്ക്കുവാനിടയായി. ആമേൻ. വാക്കുകൊണ്ട് നിറവ് പകരുവാൻ ദൈവത്തിന്റെ കാൽപാദം ശൂന്യതയുടെ മുകളിൽ വയ്ക്കുവാനിടയായി. ആമേൻ. ഹല്ലേലൂയ. ദൈവം വസിക്കുവാൻ, ഹല്ലേലൂയ, തെരഞ്ഞെടുക്കേണ്ട, ദൈവം വസിക്കുവാൻ തെരഞ്ഞെടുത്ത മാനവരാശിയെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രതിനിധികളായിട്ട് ഭൂമിയെ ഭരിക്കുവാൻ എൻ്റെ കർത്താവ് ആക്കി വയ്ക്കുവാൻ മനസ്സു തോന്നിയ, ഹല്ലേലൂയ, മാനവരാശിയെ മണ്ണുകൊണ്ട്, ഹല്ലേലൂയ, നിർമ്മിക്കുവാൻ വേണ്ടി നിത്യശൂന്യതയുടെ മുകളിൽ അവൻ കാൽപാദം വച്ച് ഇറങ്ങിയ ദൈവം. ആമേൻ. ഹല്ലേലൂയ. വാരിയെല്ലുകൊണ്ട് മനുഷ്യ സ്ത്രീയെ നിർമ്മിക്കുവാൻ, ഹല്ലേലൂയ, ഇറങ്ങിയ കാൽപാദത്തിനുടമയാണ് നമ്മുടെ ദൈവത്തിന്റെ കാൽപാദം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എല്ലാ നിറവുമുള്ള ഏദൻ തോട്ടത്തിലാക്കിയ കാൽപാദത്തിനുടമയാണ് നമ്മുടെ ദൈവം. ആമേൻ. എന്നാൽ പാപം ചെയ്ത്, അകൃത്യം ചെയ്ത്, ലംഘനം ചെയ്ത്, അതിക്രമം ചെയ്ത്, അനുസരണക്കേട് കാണിച്ച്, പ്രലോഭനത്തിൽ വീണ്, മോഹത്തിന് വീണ്, ഹല്ലേലൂയ, ശത്രുവിന്റെ അടിമയായപ്പോ, ഹല്ലേലൂയ, എല്ലാ നിറവും ഉണ്ടായിരുന്ന മാനവരാശി ശൂന്യമാക്കപ്പെടുകയാണ്. അപ്പോഴും സ്നേഹസ്വരൂപനായ ദൈവത്തിന്റെ കാൽപാദത്തിന്റെ ഒച്ച തോട്ടത്തിൽ കേൾക്കുകയാണ്. ആമേൻ. ആദാം ദൈവത്തെ കണ്ട് ഭയന്ന് ഓടി ഒളിക്കപ്പെടുകയാണ് മരത്തിന്റെ പിന്നിൽ. ഹല്ലേലൂയ. ഒളിച്ചിരുന്ന മനുഷ്യനെ എല്ലാ നിറവും ഉണ്ടായിരുന്ന അനുഭവത്തിൽ നിന്ന് ശൂന്യമാക്കപ്പെട്ട ആദ്യ മനുഷ്യൻ, പ്രൈസ് ദി ലോർഡ്, ഓടി ഒളിക്കപ്പെടുമ്പോ അവിടെ നിന്ന് തേടി, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ അവിടെ ഇറങ്ങി വന്ന കാൽപാദം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മാനവരാശിയെ ശൂന്യമാക്കി അന്ധകാര ശക്തിയോട് ഒരു മുന്നറിയിപ്പായിട്ട് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിനക്കും സ്ത്രീക്കും, ഞാൻ നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും ശത്രുത്വം ഉണ്ടാക്കും. ഹല്ലേലൂയ. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കുമെന്ന്, ഹല്ലേലൂയ, മുന്നറിയിപ്പ് നൽകിക്കൊണ്ട്, ഹല്ലേലൂയ, വെല്ലുവിളിയായിട്ട് ഇറങ്ങി വന്ന ദൈവത്തിന്റെ കാൽപാദം. ആമേൻ. ശൂന്യത മാറ്റുവാൻ സ്ത്രീയുടെ സന്തതി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് ഉറപ്പ് നൽകുവാൻ, ഹല്ലേലൂയ, ശൂന്യതയുടെ മേൽ ഇറങ്ങിയ ദൈവത്തിന്റെ കാൽപാദം. ഹല്ലേലൂയ.
സ്വന്തമല്ലാത്ത ദേശത്ത് അടിമകളായിരിക്കുമ്പോ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഇറങ്ങിയ മിസ്രൈമിൽ ഇറങ്ങിയ ദൈവത്തിന്റെ കാൽപാദം ആമേൻ ആരാധിക്കാൻ ദൈവജനത്തെ വിടാതെ പിടിച്ചു വച്ച ഫറവോനെയും കൂട്ടരെയും ഹല്ലേലൂയ സ്വന്തം നിലംപരിചാക്കിക്കൊണ്ട് അവരെ തോൽപ്പിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് ഹല്ലേലൂയ ആരാധിക്കാൻ ദൈവജനത്തെ പുറപ്പെടുവിച്ച ദൈവത്തിന്റെ കാൽപാദം ഹല്ലേലൂയ. എല്ലാം ശൂന്യമായിരുന്ന യോബിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നഷ്ടമായതിനെ മടക്കി കൊടുക്കാൻ ഇറങ്ങിയ ദൈവത്തിന്റെ കാൽപാദം. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ലെന്ന് സങ്കടത്തോടെ ഇരുന്ന ആ പത്രോസിന്റെ പടകിൽ കയറിയ ആമേൻ ദൈവത്തിന്റെ ഹല്ലേലൂയ സ്വന്ത കാൽപാദം നിറവ് നൽകിയ കാൽപാദം, പടകിനെ നിറച്ച കാൽപാദം. ആമേൻ ഹല്ലേലൂയ. മാനവരാശിയുടെ പാപപരിഹാരത്തിനായി ഇതാ ഹല്ലേലൂയ സ്തോത്രം അടിയേൽക്കപ്പെട്ട കാൽപാദം, ആണികളാൽ തറയ്ക്കപ്പെട്ട കാൽപാദം. ആമേൻ സ്തോത്രം ചലനമറ്റ കാൽപാദം. ഹല്ലേലൂയ. ഗുഹയ്ക്കകത്തേക്ക് ആമേൻ ഇറങ്ങിപ്പോയ ഹല്ലേലൂയ ആമേൻ ചലനമറ്റ ജീവനറ്റ കാൽപാദത്തിനുടമയായവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കയറുകൾക്കോ ഒരു ആണികൾക്കോ ബന്ധിക്കാൻ പറ്റാത്ത കാൽപാദത്തിനുടമയായി ഹല്ലേലൂയ മരണത്തെയും പാതാളത്തെയും ജയിച്ച ആ ദൈവത്തിന്റെ കാൽപാദം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നിത്യശൂന്യങ്ങളിലേക്ക് അങ്ങയുടെ കാലടി വയ്ക്കണമേ. ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. നിത്യശൂന്യങ്ങളിലേക്ക് അങ്ങയുടെ കാലടി വയ്ക്കണമേ. ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. പ്രാർത്ഥനയെ മടക്കി തരാൻ, ആരാധനയെ മടക്കി തരാൻ ശത്രു അവൻ നശിപ്പിച്ചതിനെ ഹല്ലേലൂയ സ്വത്രം മടക്കി തരാൻ ഹല്ലേലൂയ പണിയുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കാൽപാദം ഇവിടെ ഇറങ്ങി വരുവാൻ, വ്യക്തികളിൽ ഇറങ്ങുവാൻ, കുഞ്ഞുങ്ങളിൽ ഇറങ്ങുവാൻ, യൗവനക്കാരിൽ ഇറങ്ങുവാൻ, മധ്യവയസ്കരിൽ ഇറങ്ങുവാൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവരിൽ ഇറങ്ങുവാൻ, പ്രാർത്ഥിക്കുന്നവരുടെ വീട്ടിൽ ഇറങ്ങുവാൻ ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. യേശു വന്നാൽ അവൻ കുരുടന്റെ കുരുട്ട് കണ്ണുകൾ തുറക്കും, ചെകിടന്റെ കേൾവി ഹല്ലേലൂയ സ്വത്രം കേൾവി ഉണ്ടാകും, ചെകിടന് കേൾവി ഉണ്ടാകും, കുരുടന് കാഴ്ച ഉണ്ടാകും, മുടന്തന് ഹല്ലേലൂയ നടക്കാൻ കഴിയുന്ന തരത്തിൽ ഹല്ലേലൂയ കാലുകൾ ബലപ്പെടും. ആമേൻ. യേശു വന്നാൽ ദുഃഖം മാറി സന്തോഷം വരും. യേശു വന്നാൽ ഹല്ലേലൂയ മരണം മാറി ജയം വരും, ജീവൻ വരും. ഹല്ലേലൂയ. യേശു വന്നാൽ പരാജയം മാറി ജയം വ്യാപരിക്കും. യേശു വരട്ടെ, യേശു വരട്ടെ. യേശു കർത്താവ് വന്നാൽ പാതാള അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്വർഗീയ അധികാരത്തിലേക്ക് കരം പിടിച്ചുയർത്തും. യേശുവിനോട് പ്രാർത്ഥിക്കാം. പിതാവേ, പിതാവിനോട് പ്രാർത്ഥിക്കാം. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ ബലത്തോടെ പ്രാർത്ഥിക്കാം. നിത്യശൂന്യങ്ങളിലേക്ക് അങ്ങയുടെ കാലടി വയ്ക്കണമേ.
ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. ഏകാഗ്രത നശിപ്പിക്കപ്പെട്ട അനുഭവമാണോ? ഐക്യത നഷ്ടപ്പെട്ട അനുഭവമാണോ? സാമ്പത്തികമായി പിശാച് തകർത്ത അനുഭവമാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസമാധാനത്തെ കെടുത്തുന്ന അന്തരീക്ഷങ്ങളെ കൊണ്ടുവരുന്ന പൈശാചിക മണ്ഡലങ്ങളെ കാൽ കീഴാക്കുന്ന കഴിവുള്ള ഹല്ലേലൂയ ജയാളിയായ കാൽ പാദത്തിനുടമയായവൻ ആമേൻ ശത്രുവിനെ തകർക്കട്ടെ, വാഴ്ചകളെ തകർക്കട്ടെ, അധികാരങ്ങളെ തകർക്കട്ടെ, അന്ധകാര ലോകാധിപതികളെ ആമേൻ സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനകളെ ആമേൻ കാൽ കീഴാക്കിക്കൊണ്ട് ആമേൻ ജയത്തെ തരുവാൻ, ജനത്തെ വിടുവിക്കുവാൻ കഴിവുള്ളവന്റെ കാൽപാദം വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിത്യശൂന്യങ്ങളിലേക്ക് അങ്ങയുടെ കാലടികളെ വയ്ക്കണമേ കർത്താവേ. പഠനത്തെ നശിപ്പിച്ച, ഉപജീവന മാർഗത്തെ നശിപ്പിച്ച, മാതാപിതാക്കളോടുള്ള ബന്ധത്തെ നശിപ്പിച്ച, ഹല്ലേലൂയ നശിപ്പിച്ച പൈശാചിക മണ്ഡലത്തെ തകർക്കുവാൻ കഴിവുള്ളവനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക ബന്ധത്തിൽ നിന്ന് അന്യപ്പെടുത്തുന്ന, ഹല്ലേലൂയ പാപം കൊണ്ടിടുന്ന, പാപത്താൽ നശിപ്പിക്കപ്പെട്ട ഹല്ലേലൂയ സ്വത്രം അനുഭവമാണോ? നാശത്തിന് കാരണമായതിനെ സന്ദർശിക്കുവാൻ കഴിവുള്ളവന്റെ ഹല്ലേലൂയ കാൽപാദം കർത്താവേ അങ്ങ് വയ്ക്കണമേ എന്ന് ഹല്ലേലൂയ സ്വതന്ത്രം അങ്ങ് എഴുന്നള്ളി വരണമേ, അങ്ങ് വരണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ ശൂന്യങ്ങളെ പണിയുവാൻ, ഹല്ലേലൂയ നഷ്ടങ്ങളെ ലാഭമാക്കുവാൻ, ഹല്ലേലൂയ പരാജയത്തെ മാറ്റുവാൻ, ജയം തരുവാൻ, ഹല്ലേലൂയ സ്വതന്ത്ര കർത്താവേ അങ്ങയുടെ കാലടി വയ്ക്കണമേ, അങ്ങയുടെ കാലടി വയ്ക്കണമേ. രൂപാന്തരപ്പെടുത്തുന്ന ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. ആമേൻ. പിന്മാറ്റങ്ങളെ മാറ്റുവാൻ അങ്ങയുടെ കാലടി വയ്ക്കണമേ, പിന്മാറ്റങ്ങളെ മാറ്റുവാൻ അങ്ങയുടെ കാലടി വയ്ക്കണമേ. ഹല്ലേലൂയ. പ്രാർത്ഥന ജീവിതത്തെ നശിപ്പിച്ച ഹല്ലേലൂയ ഏത് കാര്യമാണെങ്കിലും അതിനെ തകർക്കുവാൻ അങ്ങയുടെ കാലടി വയ്ക്കണമേ. ആരാധന ജീവിതത്തെ, വചന ധ്യാന ജീവിതത്തെ നശിപ്പിച്ച ഹല്ലേലൂയ സകല അവസ്ഥകളെയും ആമേൻ കാരണമായി നിന്നതിന് എന്റെ ദൈവം തകർക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ജയം തരുവാൻ, ശൂന്യത മാറ്റി നിറവ് തരുവാൻ കഴിവുള്ള ദൈവത്തോട് ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ശൂന്യത മാറ്റി നിറവ് നൽകുവാൻ, ആമേൻ സൃഷ്ടിച്ചുണ്ടാക്കുവാൻ, അടിമത്വത്തെ മാറ്റുവാൻ, നഷ്ടപ്പെട്ടതിന് മടക്കി തരാൻ, നിറവ് തരാൻ, ജയം തരാൻ, നിത്യശൂന്യങ്ങളിലേക്ക് അങ്ങയുടെ കാലടി വയ്ക്കണമേ. ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു കർത്താവേ, അങ്ങ് പ്രവർത്തിക്കണമേ.